പ്ലാറ്റ്ഫോമുകളിൽ പുരോഗമന പ്ലാറ്റ്ഫോമുകളിൽ എത്തിപ്പെടുന്ന കുട്ടികളോട് വളരെ മോശമായിട്ട് സ്ത്രീകളോടായാലും പെൺകുട്ടികളോടായാലും ആൺകുട്ടികളായാലും തിരിച്ചു മറിച്ചും ഒക്കെ ലൈംഗിക അവരുടെ കൺസെന്റ് പോലും ഇല്ലാതെ ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. നമ്മളെല്ലാം അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ എന്ത് തരം പുരോഗമനവാദിയാണ്, നീയൊക്കെ എന്ത് തരം പുരോഗമനമാണ് പറയുന്നത്, എന്ത് തരം ആശയമാണ്, എന്ത് തരം എന്താ പറയാ എക്സ്പ്ലോറേഷൻ ആണ് നീയൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അമിതമായിട്ട് ലഹരി ഉപയോഗത്തോട് നമുക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീയൊക്കെ എന്തിനാ പുരോഗമനം പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതായത് ഇവരുടെയൊക്കെ കോൺസെപ്റ്റിൽ പുരോഗമനവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാതെ നനയ്ക്കാതെ പല്ല് തേക്കാതെയൊക്കെ നടന്ന് എന്നാ വസ്ത്രത്തിനോടൊക്കെ ഒരുമാതിരി അരാജകത്വം പോലെ പെരുമാറി ഫ്രീ സെക്സ് അതുപോലെ കൂട്ടമായിട്ടുള്ള സെക്സ് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അമിതമായിട്ട് ലഹരിയൊക്കെ ഉപയോഗിച്ച് നടക്കുന്നവരാണ് പുരോഗമനവാദികൾ എന്നുള്ള ഒരു ബ്ലഡി കോൺസെപ്റ്റ് ആണ് അവരുടെ ഉള്ളിലുള്ളത്. ആ കോൺസെപ്റ്റ് വളർത്താൻ അവർ പെടുന്ന പെടാപ്പാട്, അവരുടെ ട്രാപ്പിൽ പെടുത്തുന്ന ആളുകൾ, കുട്ടികൾ ഒരുപാടുണ്ട് നമുക്കറിയാം. ഇത്തരം ട്രാപ്പിൽ പെട്ട് ആത്മഹത്യ ചെയ്തവരുടെ കണക്കുകൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരുപാടുണ്ട്. കണ്ടില്ലേ, അതൊക്കെയാണ് പുരോഗമനം എന്നാണ് ചില ആൾക്കാരുടെ കൺസെപ്റ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ആ കൺസെപ്റ്റുകൾ തെറ്റാണെന്ന് നിങ്ങൾ പറയാം? ഒരാൾക്ക് കുടിക്കണ്ട, അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? ഒരാൾക്ക് ജടയും മുടിയായിട്ട് നടക്കണം, അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? ഒരാൾക്ക് ഹിപ്പി കൾച്ചറായിട്ട് നടക്കണം, അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? ഒരാൾക്ക് കൂട്ട സെക്സ് നടത്തണം, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൂട്ട സെക്സ് തെറ്റാണെന്ന് പറയാം? എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഏത് ധാർമ്മിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് കൂട്ട സെക്സും ഫ്രീ സെക്സും തെറ്റാണ്, അത് പുരോഗമനമല്ല എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയാ? അതാണ് പറയേണ്ടത്. അതുപോലെ തന്നെ വസ്ത്രം കുറക്കുക എന്നാണ് ചില ആളുകളുടെ പുരോഗമനം എന്ന് പറഞ്ഞാൽ വസ്ത്രം കുറക്കലാണ്. വസ്ത്രം കുറക്കുക എന്നുള്ളത് അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? നിങ്ങളുടെ വാദമാണ് ഈ ചോദിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ പുരോഗമനം എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്. നിങ്ങളുടെ വാദപ്രകാരം, നിങ്ങളുടെ ആശയപ്രകാരം പുരോഗമനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ കൺസ്ട്രക്റ്റുകളെ തകർത്തെറിയലാണ്, പുതിയ മൂല്യങ്ങളെ സ്വീകരിക്കലാണ്. അങ്ങനെയാണെങ്കിൽ ഈ വസ്ത്രം കുറക്കുക എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അതുപോലെ തന്നെ ഫ്രീ സെക്സ് നടത്തുക, കൂട്ട സെക്സ് നടത്തുക, ഇതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ? എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ അതൊക്കെ പുരോഗമനമല്ല, അതൊക്കെ അവിടെ പുരോഗമനമാണ് എന്ന് എന്തടിസ്ഥാനത്തിൽ പറയും? അപ്പോ ഇപ്പൊ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഐറണി എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം മതവിശ്വാസികളായ ആളുകൾ പറയും നമ്മുടെ സമൂഹത്തിൽ ചില നിയമങ്ങൾ ആവശ്യമാണ്, ചില ധാർമ്മിക നിയമങ്ങൾ ആവശ്യമാണ്, ചില സദാചാര മൂല്യങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നെല്ലാം ഇത്രയും കാലം മതവിശ്വാസികൾ പറഞ്ഞപ്പോൾ സദാചാര പോലീസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, 6-ാം നൂറ്റാണ്ടുകാരാണ്, പ്രാകൃതന്മാരാണ് എന്നെല്ലാം പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പൊ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ വലിയ സദാചാര പോലീസുകളായി മാറുന്ന ഒരു അവസ്ഥ വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. ഏതായാലും ഈ വിഷയം, നിങ്ങൾ പറയുന്ന വിഷയം വളരെ ജെന്യൂനാണ്, യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങളുടെ ആശയപ്രകാരം, നിങ്ങളുടെ സിദ്ധാന്തങ്ങൾ പ്രകാരം, നിങ്ങളുടെ ആധുനികത എന്ന് പറയുന്ന, മോഡേണിറ്റി എന്ന് പറയുന്ന, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പുരോഗമനം എന്ന് പറയുന്ന ആശയം വെച്ചുകൊണ്ട് ഇതൊന്നും തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്.